നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. കേരളത്തെ ആകെ ഞെട്ടിച്ച വെഞ്ഞാറമൂട് കൊലപാതകം തന്നെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്ത. വിഷയവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഇന്നത്തെ ഹലോ ഡോക്ടർ. അരും കൊലകളുടെ മനഃശാസ്ത്രം, അതേക്കുറിച്ചാണ് ഇന്ന് ഹലോ ഡോക്ടർ സംസാരിക്കുന്നത്. ഇന്ന് നമ്മുടെ സംശയങ്ങൾക്ക് മറുപടി നൽകാൻ എത്തിയിരിക്കുന്നത് മാനസികാരോഗ്യ വിദഗ്ധനായ ഡോക്ടർ ജി മോഹൻ റോയ് ആണ്. തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ സൈക്യാട്രി വിഭാഗം പ്രൊഫസറും വകുപ്പ് മേധാവിയുമാണ് ഡോക്ടർ. നമസ്കാരം ഡോക്ടർ, സ്വാഗതം. നമസ്കാരം ഡോക്ടർ, ഞാൻ തുടക്കത്തിൽ തന്നെ സൂചിപ്പിച്ചു, നമുക്ക് ഏറെ ഞെട്ടലുണ്ടാക്കിയ ഒരു വിഷയം തന്നെയാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഈ വെഞ്ഞാറമൂട് കൊലപാതകം. ഡോക്ടർ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തന്നെയാണല്ലോ നമ്മുടെ ഇന്നത്തെ ചർച്ചയും. ഡോക്ടർ, ഇത്തരത്തിലൊരു കൊലപാതകങ്ങളിലേക്ക് എത്തുമ്പോൾ, അല്ലെങ്കിൽ ഇന്നത്തെ വിഷയത്തിൽ തന്നെ പ്രതിയുടെ മൊഴി അനുസരിച്ച് ലഹരി ഉപയോഗിച്ചിട്ടില്ല എന്നാണ് പ്രതി പറയുന്നത്. ഇത്തരത്തിലോട്ട് എത്തുന്നത്, ഇങ്ങനെയുള്ള മനസ്സുകളിലേക്ക്, ഇത്തരത്തിൽ കൊലപാതകങ്ങളിലേക്ക് എത്തിക്കുന്നത് ലഹരി തന്നെയായിരിക്കുമോ ഡോക്ടർ? അല്ലെങ്കിൽ എന്ത് തരം മാനസിക വൈകല്യങ്ങളായിരിക്കാം ഇത്തരത്തിൽ കൊലപാതകങ്ങളിലോട്ട് വ്യക്തികളെ എത്തിക്കുന്നത്? ഒരു കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട് ഒരു കുറ്റാരോപിതൻ താൻ ലഹരി ഉപയോഗിച്ചില്ല എന്ന് പറഞ്ഞാൽ അത് മാത്രം നമ്മൾ മുഖവിലേക്ക് എടുക്കേണ്ട ഒരു ആവശ്യമില്ല. തീർച്ചയായിട്ടും അത് ശാസ്ത്രീയമായ പരിശോധന നടത്തേണ്ടതാണ്. പരിശോധനയ്ക്ക് ശേഷം മാത്രമേ അത് നമുക്ക് തീരുമാനിക്കാൻ സാധിക്കുകയുള്ളൂ. തീർച്ചയായും. ഈ കുറ്റകൃത്യങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്കറിയാവുന്നതുപോലെ സമൂഹത്തിൽ ഇത്തരത്തിലുള്ള കുറ്റവാളികൾ അത് പുരാതന കാലം മുതൽക്ക് തന്നെ, ചരിത്രാതീത കാലം മുതൽക്ക് തന്നെ ഉള്ളതാണ്. അപ്പോൾ ഇവരുടെ ഒരു മനോനില പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്കറിയാവുന്നത് എന്തുകൊണ്ട് അവരിത് ചെയ്യുന്നു. ആ ഒരു വിഷയം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് ബഹുമുഖമാണ്. നമ്മൾ പൊതുവേ നമ്മൾ പറയുന്ന ഒരു രീതി എന്ന് വെച്ചാൽ, ഇപ്പോൾ കടമുണ്ടായിരുന്നത് കൊണ്ട്, അല്ലെങ്കിൽ ലഹരിയുടെ ഉപയോഗം കൊണ്ട്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രണയ നൈരാശ്യം കൊണ്ട്, അതുകൊണ്ട് കൊല ചെയ്യുന്നു എന്നുള്ളതാണ്. പക്ഷേ അതങ്ങനെയല്ല. ഇത് ബഹുമുഖമാണ് കാരണങ്ങൾ. ഇത്തരം പല ഘടകങ്ങളും ഒരുമിച്ച് ഉണ്ടാകുമ്പോഴാണ് ഇത്തരത്തിലുള്ളൊരു കുറ്റകൃത്യം ഉണ്ടാകുന്നത്. ഇപ്പോൾ നമുക്കറിയാവുന്നതുപോലെ, നമുക്കിപ്പോൾ ഒരാൾക്ക് ഹൃദ്രോഗം ഉണ്ടായി എന്ന് വിചാരിക്കുക. ഹൃദ്രോഗം ഉണ്ടാകുന്നതിന് പല കാരണങ്ങളാണ്. ചിലപ്പോൾ പ്രമേഹം കണ്ടുപിടിക്കാത്തതോ നിയന്ത്രണ വിധേയമാക്കാത്തതോ ആയ പ്രമേഹം, കണ്ടുപിടിക്കാത്തതോ നിയന്ത്രണ വിധേയമാക്കാത്ത രക്തസമ്മർദ്ദം, മറ്റ് സ്ട്രെസ്സ് ഒരു പ്രധാന ഘടകമാണ്, കൊളസ്ട്രോൾ ഒരു പ്രധാന ഘടകമാണ്, ഉയർന്ന കൊളസ്ട്രോൾ നില പ്രധാന ഘടകമാണെന്നുള്ളതുപോലെ തന്നെയാണ് കുറ്റകൃത്യങ്ങളുടെ പുറകിലും പല ഘടകങ്ങളുണ്ട്. അതിൽ ഒരു ഘടകം തീർച്ചയായിട്ടും ഈ ലഹരിയാണ്. ലഹരി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കറിയാവുന്നതുപോലെ ലഹരി നമ്മുടെ തലച്ചോറിനെയാണ് ആത്യന്തികമായി ബാധിക്കുന്നത്. തലച്ചോറിനെ ബാധിക്കുമ്പോൾ ഇത് എന്തുകൊണ്ടാണ് വരുന്നതെന്ന് ചോദിച്ചാൽ, നമുക്കറിയാവുന്ന പോലെ നമ്മുടെ ചിന്തകളും പ്രവൃത്തിയും, നമ്മൾ അടുത്ത നിമിഷം എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു പ്ലാനിങ്ങും, നമ്മളൊരു കാര്യം ചെയ്താൽ അതിൻ്റെ അനന്തരഫലം എന്തായിരിക്കുമെന്നുള്ള ഒരു വിശകലനവും ഒക്കെ നമ്മുടെ തലച്ചോറിലാണ് ചെയ്യുന്നത്. അപ്പോൾ തലച്ചോറ് ഇത്തരത്തിൽ നമ്മുടെ ചുറ്റുപാടിനെ, സാഹചര്യത്തെ സസൂക്ഷ്മം വീക്ഷിക്കുകയും അതിൽ നിന്നും കിട്ടുന്ന നമ്മൾ ഇൻപുട്ടാണ്. നമ്മളിപ്പോൾ അതൊരു കമ്പ്യൂട്ടർ സംവിധാനവുമായി ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ മൗസിലൂടെയും ക്യാമറയിലെയും ഒക്കെ കമ്പ്യൂട്ടറിലേക്ക് ഒരു ഇൻപുട്ട് കൊടുക്കുന്നു. അതിൻ്റെ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് കൃത്യമായി അത് വിശകലനം ചെയ്ത് അതൊരു ഔട്ട്പുട്ട് ഡിസ്പ്ലേ സ്ക്രീനിലോ അല്ലെങ്കിൽ പ്രിൻറ്റിലോ വരുന്നു എന്നുള്ളതുപോലെ, നമുക്ക് വിവിധ സാഹചര്യങ്ങളിൽ നിന്നും കിട്ടുന്ന ഇൻപുട്ടുകൾ, അത് നമ്മൾ കാഴ്ചയിലൂടെ, കേൾവിയിലൂടെ, സ്പർശത്തിലൂടെ, ഗന്ധത്തിലൂടെ, രുചിയിലൂടെ ഒക്കെ കിട്ടുന്ന ഇൻപുട്ടുകളെ നമ്മുടെ തലച്ചോർ ഏകോപിപ്പിച്ചുകൊണ്ട് സാഹചര്യത്തെക്കുറിച്ച്, സാമൂഹിക സാഹചര്യങ്ങളെക്കുറിച്ചൊരു വിശകലനം നാം നടത്തുന്നു. ആ വിശകലനത്തിൽ നിന്ന് നമ്മൾ അടുത്ത ബിഹേവിയറിലേക്ക്, അടുത്ത സ്വഭാവത്തിലേക്ക് പോകുന്നു. ഇപ്പോൾ വളരെ ചെറിയ ഉദാഹരണം പറഞ്ഞാൽ, നമ്മൾ വാഹനം ഓടിക്കുന്ന ഒരാളാണെങ്കിൽ നമ്മൾ വാഹനം ഓടിക്കുന്നു, പെട്ടെന്ന് നമ്മൾ റെഡ് സിഗ്നൽ നിർത്തുന്നു. നമ്മൾ വാഹനം ഓടിക്കുന്നു, പെട്ടെന്ന് ഒരാൾ ചാടുന്നു. നമ്മളത് കണ്ട് മനസ്സിലാക്കി അതിലൊരു ത്രട്ടുണ്ടെന്നും ഇതിടിച്ചാൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്നും നമ്മുടെ മനസ്സിൽ നമ്മുടെ തലച്ചോറ് ആലോചിക്കുന്നുണ്ട്. അത് നേരത്തെ തലച്ചോറ് വായിച്ചറിഞ്ഞതും നമ്മുടെ അനുഭവത്തിലൂടെ പോയതുമായ കാര്യങ്ങൾ വിശകലനം ചെയ്തിട്ടാണ്. അങ്ങനെയാണ് നമ്മൾ ആ ബ്രേക്ക് അപ്ലൈ ചെയ്യുക എന്നൊരു ആക്ഷനിലേക്ക് എത്തുന്നത്. അപ്പോൾ തലച്ചോറിന് നമ്മുടെ പുറത്തൊരു നിയന്ത്രണമുണ്ട്. ലഹരി ഉപയോഗിക്കുകയാണെങ്കിൽ നിർഭാഗ്യവശാൽ തലച്ചോറിന് നമ്മുടെ സ്വഭാവത്തിൻ്റെ നിയന്ത്രണത്തിൽ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അതായത് നമ്മുടെ സ്വഭാവത്തെ തലച്ചോറ് നിയന്ത്രിക്കുന്നുണ്ട്. ആ നിയന്ത്രണം ലഹരി കൊണ്ട് നഷ്ടപ്പെടും. ഇപ്പോൾ ഉദാഹരണം എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു ലഹരി പദാർത്ഥം ഉപയോഗിക്കുന്നു. അപ്പോൾ നമ്മുടെ തലച്ചോറിൻ്റെ ഈ മുൻഭാഗം, നമ്മൾ പ്രീഫ്രോണ്ടൽ ദളമെന്ന് പറയും. പ്രീഫ്രോണ്ടൽ ദളമാണ് നമ്മുടെ കാര്യങ്ങൾ മുൻകൂട്ടി അറിഞ്ഞ് വിശകലനം ചെയ്ത് എന്ത് പ്രവൃത്തിയാണ് അടുത്തതായി ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കാനുള്ള കഴിവ്. അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിയുടെ അനന്തരഫലം എന്തായിരിക്കും. അപ്പോൾ അതിനെ ഈ ലഹരി ഒന്ന് മന്ദീഭവിപ്പിക്കും, അതിനെ ചെറുതായി ഒന്ന് കുറയ്ക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ റിസ്ക് അസസ്മെൻ്റ് എന്ന് നമ്മൾ പറയും. നമുക്ക് ഈ ചുറ്റുപാടിൽ നിന്നും നമ്മൾ ഈ ഒരു കാര്യം ചെയ്താൽ എന്താണ് ഇനി സംഭവിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു അനന്തരഫലത്തെക്കുറിച്ചുള്ളൊരു ഭയമാണല്ലോ നമ്മളെ പലതിൽ നിന്ന് മാറ്റി, അതങ്ങ് കുറയുകയാണ് ചെയ്തത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ നിയന്ത്രണമില്ലാതെ പ്രവൃത്തികളിലേക്ക് എടുത്തു ചാടും. ലഹരി ഉപയോഗിക്കുമ്പോൾ അതാണ് സംഭവിക്കുന്നത്.
പിന്നെ അതോടൊപ്പം തന്നെ നമുക്ക് ലഹരി ശരീരത്തിൽ ഉണ്ടാക്കുന്ന ചില മാറ്റങ്ങൾ കൊണ്ട് തന്നെ ചിലപ്പോൾ നമ്മൾ മറ്റുള്ളവർ കാണാത്ത കാഴ്ചകൾ കാണുകയും മറ്റുള്ളവർ കേൾക്കാത്ത ശബ്ദങ്ങൾ കേൾക്കുകയും ഇപ്പോൾ പലരും ഇദ്ദേഹത്തെ ആക്രമിക്കാൻ വരുന്നതായിട്ടോ കൊല്ലാൻ വരുന്നതായിട്ടോ ഒക്കെ തോന്നുകയും അതിൻ്റെ അനന്തരഫലമായിട്ടുമൊക്കെ ആൾക്കാർ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടാറുണ്ട്. അതോടൊപ്പം തന്നെ ഒരു വ്യക്തി ജനിച്ചു വളരുന്ന സാമൂഹിക സാഹചര്യങ്ങളുമൊക്കെ തന്നെ ഇതിലൊരു പ്രധാന പങ്ക് വഹിക്കും. ഇപ്പോൾ തന്നെ ഈ പ്രസ്തുത കേസ് നമ്മൾ വിലയിരുത്തുമ്പോൾ അദ്ദേഹത്തിന് ഇത്രയും കടമുണ്ടായിരുന്നെന്നും ഒക്കെ പറയുമ്പോഴും ഇത്തരത്തിൽ കടവുമൊക്കെ ഉള്ള ഒരാൾ സ്വാഭാവികമായിട്ടും ചെയ്യുന്നത് ഇതാണോ എന്നുള്ളൊരു ചോദ്യം നമുക്കെല്ലാവർക്കും തോന്നാം. അപ്പോൾ അത്തരത്തിലുള്ള വികലമായ ഒരു ചിന്താഗതി ഇദ്ദേഹത്തിൽ ഉണ്ടാവാൻ എന്തൊക്കെയായിരുന്നു കാരണമെന്ന് അന്വേഷിക്കേണ്ടി വരും. അതോടൊപ്പം തന്നെ ഈ കൊലപാതകങ്ങളുടെ പിറകിലെ ഒരു ക്രൂരത നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവുന്നത് നമുക്കൊട്ടും തന്നെ നമുക്ക് മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന രീതിയിലുള്ള ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ ചാനലുകളിലൊക്കെ തന്നെ അതിൻ്റെ ഈ മറച്ച ദൃശ്യങ്ങളായതുകൊണ്ടാണ് അത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെ കാണിക്കുകയുണ്ട്. ഒരു ഭീകരാവസ്ഥ പ്രേക്ഷകർക്ക് മനസ്സിലാവാത്തത്. പക്ഷേ ഇന്നലെ ഈ ദൃശ്യങ്ങൾ കണ്ട് വളരെ അസ്വസ്ഥനായ എൻ്റെ ഒരു സുഹൃത്ത് തന്നെ എന്നെ വിളിച്ചു. അദ്ദേഹത്തിൻ്റെ പ്രൊഫഷണൽ ജോലിയുടെ ഭാഗമായിട്ട് അവിടെ പോവുകയും ഈ ചിത്രങ്ങൾ കണ്ടു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വളരെ ഒരു ബുദ്ധിമുട്ട്, ഉറക്കം വരുന്നില്ല എന്ന് അദ്ദേഹം ഇന്ന് രാവിലെ പറഞ്ഞത്. അപ്പോൾ അത്തരത്തിലുള്ള കുഴപ്പങ്ങൾ വരെ ആൾക്കാർക്കുണ്ടാകുമെങ്കിൽ ഇത്തരം അതിക്രൂരമായ രീതിയിൽ ഒരാളെ ഇല്ലാതാക്കാൻ എന്തുകൊണ്ട്, അതും അദ്ദേഹത്തിൻ്റെ പെൺസുഹൃത്ത് ആണെന്നാണ് പറയുന്നത്. ആ പെൺസുഹൃത്തിനെയൊക്കെ ഇത്തരത്തിൽ മുഖമൊക്കെ വളരെ വികൃതമായ രീതിയിൽ ഉപദ്രവിക്കാനുള്ള ഒരു ചോദന ഉണ്ടാകണമെങ്കിൽ അതിന് നമ്മൾ ഈ അടുത്ത കാലത്ത് ഉണ്ടാകുന്ന ചില കാര്യങ്ങളെ പറ്റി പരാമർശിക്കാതെ വയ്യ. നമ്മുടെ നാട്ടിലുമൊക്കെ ഈ അടുത്ത കാലത്ത് ഇറങ്ങുന്ന പല ദൃശ്യമാധ്യമങ്ങളിലൂടെയൊക്കെ വരുന്ന പല സിനിമകളിലുമൊക്കെ തന്നെ വളരെ അതിക്രൂരമായ കൊലപാതക രംഗങ്ങളാണ് കാണുന്നത്. അത് നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇതിൽ പല കൊലപാതകങ്ങളും നമ്മൾ കാണുമ്പോൾ, അത് കണ്ട ഒരാൾ എന്നോട് സൂചിപ്പിച്ചതാണ്, ഈ കൊലപാതകങ്ങളൊക്കെ വളരെ അടുത്ത് നിന്ന് നമ്മൾ ഒരു ക്യാമറയൊക്കെ ദൂരെ വെച്ചുകൊണ്ടൊരു സീൻ ചിത്രീകരിക്കുന്നതും ക്യാമറ വളരെ അടുത്ത് നിന്നൊരു സീൻ ചിത്രീകരിക്കുന്ന തമ്മിലൊരു വ്യത്യാസം. നമ്മൾ അടുത്ത് നിന്ന് ചിത്രീകരിക്കുകയാണെങ്കിൽ ഈ കുത്തുന്നതൊക്കെ വളരെ ഒരു റിയലിസ്റ്റിക് ആയിട്ടൊക്കെ നമുക്ക് തോന്നും. അപ്പോൾ അത്തരത്തിലുള്ള ദൃശ്യങ്ങളൊക്കെയായി ഇത്തരം സിനിമകളിൽ കാണിക്കുന്നത്. അതിൻ്റെ ഒരു പ്രധാന കാര്യമെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ നമ്മൾ ഈ 96-ന് ശേഷം ജെൻ സി എന്നൊക്കെ പറയുന്ന ഒരു തലമുറ അധികവും ഈ വീഡിയോ ഗെയിമുകളിലൊക്കെ കണ്ട് വളർന്നവരാണ്. ഈ വീഡിയോ ഗെയിമുകളിലൊക്കെയുള്ള കൊലപാതകങ്ങളും മറ്റുമൊക്കെ എങ്ങനെയാണെന്ന് നിങ്ങളൊന്ന് പരിശോധിച്ചാൽ മനസ്സിലാവും. ഏറ്റവും ക്രൂരമായ രീതിയിൽ അതിലുള്ള കൊലപാതകങ്ങൾ കാണിക്കുന്നത്. ഇപ്പോൾ അടുത്ത കാലത്ത് ഇറങ്ങിയ ഒരു സിനിമയിൽ ഉൾപ്പെടെ ഒരു കുഞ്ഞിനെയൊക്കെ ഗ്യാസ് കുറ്റി കൊണ്ടിടിച്ച് കൊല്ലുന്നതായും ഗർഭിണിയായ ഒരു യുവതിയുടെ വായിലേക്ക് കുത്തി ഇറക്കുന്നതും പിന്നെ ഭ്രൂണത്തെ വയറ് കീറി എടുക്കുന്നതും. അപ്പോൾ അതുമൊക്കെ കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു എഡിറ്ററൊക്കെ ഒരു ചാനലിൽ വന്നിരുന്ന് വളരെ അദ്ദേഹത്തിൻ്റെ മുഖത്തൊരു ചിരിയൊക്കെ എനിക്കിപ്പോൾ കാണാൻ സാധിച്ചത്. ആ ചിരിയോടുകൂടി അദ്ദേഹം പറയുകയാണ്, ഇതിനേക്കാൾ വലിയ വയലൻസൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഞങ്ങളങ്ങ് എഡിറ്റ് ചെയ്ത് മാറ്റിയതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ എന്ത് സന്ദേശമാണ് സമൂഹത്തിനും ഈ യുവതലമുറയ്ക്കും കൊടുക്കുന്നത് എന്നുള്ളത് അവരൊന്ന് ചിന്തിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുകയാണ്. നമുക്കറിയാവുന്നതുപോലെ എല്ലാ സിനിമകളിലും നമ്മൾ ഇപ്പോഴും മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമെന്ന് എഴുതി കാണിക്കാറുണ്ട്, സീറ്റ് ബെൽറ്റ് ധരിക്കേണ്ടത് സേഫ്റ്റിക്ക് വേണ്ടിയാണെന്ന് എഴുതി കാണിക്കാറുണ്ട്. പക്ഷേ ഇതിൽ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ ഒരു വാണിംഗ് കാണിക്കണമെന്നേ നമ്മൾ പറയുന്നുള്ളൂ. 2.5 മണിക്കൂർ ദൈർഘ്യമുള്ള ഒരു സിനിമയിൽ നിങ്ങളതിൽ 2.25 മണിക്കൂറും തുടർച്ചയായി മദ്യപാന രംഗങ്ങൾ കാണിക്കുകയും അവിടെയൊക്കെ ഇത് എഴുതി വയ്ക്കുകയും ചെയ്താൽ പിന്നെ മദ്യം ഉപയോഗിച്ചതിന് ശേഷം ആൾക്കാർക്കൊരു സന്തോഷവും ഉന്മേഷവും ഉത്സാഹവും ഒക്കെ ഉണ്ടാകുന്നതായും സന്തോഷകരമായ പ്രവർത്തികൾ അവർ ചെയ്യുന്നതായും കാണിച്ചു കഴിഞ്ഞാൽ ഇത് കാണുന്നവർക്ക് എന്ത് സന്ദേശമാണ് ലഭിക്കുക എന്നുള്ളത് നമ്മൾ ആലോചിക്കണം. എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഇത്തരത്തിലുള്ള അതിക്രൂരവും പൈശാചികവുമായ ഈ വയലൻസ് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, നമുക്കറിയാവുന്നതുപോലെ നമുക്കെല്ലാവർക്കും ഇപ്പം ഒരു പോസ്റ്റ്മോർട്ടം നടത്തുന്ന മോർച്ചറിയുടെ ഉള്ളിൽ ചെന്ന് നിൽക്കാൻ സാധിക്കില്ലല്ലോ. അല്ലെങ്കിൽ ഇത്തരം ഒരു ആ ക്രൈം സീൻ ഒന്ന് ആലോചിച്ച് നോക്കും, അവിടെ പോയി നിൽക്കാൻ നമുക്ക് സാധിക്കില്ല. പക്ഷേ ട്രെയിൻഡായിട്ടുള്ള ഒരാൾക്കത് സാധിക്കും. അപ്പോൾ ഞങ്ങളിപ്പോൾ 1-ാം വർഷം മെഡിക്കൽ വിദ്യാർത്ഥികളൊക്കെ ആയിരുന്നപ്പം അനാട്ടമി ഡിസെക്ഷൻ ഹാളിലൊക്കെ ഡിസെക്ഷൻ കാണുമ്പോൾ തന്നെ പകച്ചു നിന്നവരെയും പരിഭ്രമിച്ചു പോയവരെയൊക്കെ നമുക്കറിയാം. അവരൊക്കെ കാലാന്തരത്തിൽ ചിലപ്പോൾ സർജന്മാരുമൊക്കെ ആകുകയും ചെയ്യും. അവർക്ക് ആ പരിശീലനം കൊണ്ടത് സാധിക്കും. പിന്നെ റിപ്പീറ്റഡായി നമ്മൾ വീണ്ടും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കണ്ടു കഴിയുമ്പോൾ നമുക്ക് അതിനോടുള്ളൊരു സെൻസിറ്റിവിറ്റി കുറയുന്നതായി നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഇതിലും സംഭവിക്കുന്നത്, നമ്മൾ തുടർച്ചയായി ഇത്തരം വയലൻ്റായിട്ടുള്ള രംഗങ്ങളും മറ്റും കണ്ടു കഴിയുമ്പോൾ, ഇപ്പോൾ സിനിമയിലൊക്കെ ആണെങ്കിലും കണ്ടു കഴിയുമ്പോൾ ഇതിനോടുള്ള നമ്മുടെ ഒരു സംവേദനക്ഷമത അങ്ങ് വളരെ കുറയും. അപ്പോൾ ഇത്തരത്തിലുള്ള രംഗങ്ങൾ കണ്ടാലൊന്നും നിങ്ങൾക്കൊന്നും തോന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ സ്വാഭാവികമായിട്ടും ഇത്തരം കുറ്റകൃത്യങ്ങൾ അതിക്രൂരമായ രീതിയിൽ ആൾക്കാരെ ഉപദ്രവിക്കാനും മുറിവേൽപ്പിക്കാനും പരിക്കേൽപ്പിക്കാനും ഒക്കെയുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അക്കാര്യത്തിൽ നമ്മുടെ ഒരു സോഷ്യൽ ഓഡിറ്റ് തന്നെ ഉണ്ടാവേണ്ടതുണ്ട്. ഇത്തരം രംഗങ്ങൾക്കെതിരായിട്ടൊക്കെ
എന്ത് ചെയ്യാൻ സാധിക്കുമെന്നുള്ളത് പരിശോധിക്കേണ്ടതുണ്ട്. ഇപ്പോൾ സെൻസർ ബോർഡിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട് എന്ന് വെച്ച് ഒരു സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ എന്ത് സിനിമയും കാണിക്കാമെങ്കിൽ എന്തു കാര്യത്തിനും സെൻസർ ബോർഡ് കണ്ടിട്ട് ഇപ്പോൾ സെൻസർ ബോർഡിനൊരു സർട്ടിഫിക്കറ്റ് ഈ സർട്ടിഫിക്കറ്റേ ഇതിന് കിട്ടുന്നുള്ളൂ, അതിനുശേഷം നിങ്ങൾക്ക് എന്തും കാണിക്കാം എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? അത് ഇന്ന രംഗങ്ങൾ കാണിച്ചുകൂടാ എന്നുള്ളതിന് വളരെ കൃത്യമായ ഒരു ഗൈഡ് ലൈൻ ഉണ്ടാവുകയും ഇനി ഗൈഡ് ലൈനിൻ്റെ അപ്പുറത്തേക്ക് ഈ സെൻസർ ബോർഡിലൊക്കെ ഉള്ളവരെ അല്പം വിവേചന ബുദ്ധി പ്രയോഗിക്കേണ്ടതുമുണ്ട്. നമ്മളത് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും മറ്റൊരു ന്യായം പറയും, ഇത് കാണുന്ന മറ്റേ പല രാജ്യങ്ങളിലെ സിനിമകളും മറ്റുമൊക്കെ ഇത്രയും വയലൻ്റ് ആണല്ലോ എന്നുള്ളതാണ്. അതെ, അത് കാണുന്ന കുട്ടികളുടെ എണ്ണം എത്രയാണെന്ന് നമുക്കറിയാമല്ലോ. ഇനി കുട്ടികളുടെ കയ്യിൽ മൊബൈൽ ഫോണുണ്ട്, അവരത് കാണുന്നുണ്ടെന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ എങ്ങനെ ആവട്ടെ. പക്ഷേ നമ്മുടെ ഒരു പൊതുസമൂഹത്തിൽ ഇങ്ങനെ കാണിക്കുന്ന ഒരു സിനിമയിൽ ഇത്രത്തോളം വയലൻ്റായിട്ടും ബാക്കിയുള്ള രംഗങ്ങളുള്ള ചിത്രീകരണങ്ങളൊക്കെ വേണമെന്നുള്ളത് നമ്മൾ തീർച്ചയായിട്ടും ഒരു സമൂഹം എന്ന രീതിയിൽ ആലോചിക്കേണ്ടതാണ്. പിന്നെ ഇത്തരം ഒരു സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഇപ്പോൾ കടമൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും അതിൽ നിന്നും പുറത്തു വരാനുള്ള മാർഗം, ആരോഗ്യകരമായ മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് യുവതലമുറയെ പഠിപ്പിക്കുന്നുണ്ടോ നമ്മളെന്നത് ആലോചിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഈ വ്യക്തിക്ക് ഈ ഒരു പ്രായത്തിൽ ഇത്രയധികം കടം വരാനുള്ള കാരണം എന്താണ്, അതിലേക്ക് നയിച്ച ഘടകങ്ങൾ എന്താണ്, അതൊക്കെ പരിശോധിക്കുമ്പോഴേ ഈ കുറ്റകൃത്യത്തിൻ്റെ കാര്യത്തിൽ നമുക്കൊരു നിഗമനങ്ങളിലേക്ക് എത്താൻ സാധിക്കും. പക്ഷേ പൊതുവായ എല്ലാ കുറ്റകൃത്യങ്ങളിലും ഇത്തരം പഠനങ്ങൾ വളരെ ആവശ്യമാണ്. ഏതൊരു കുറ്റകൃത്യത്തിലും ഇത്തരം പഠനങ്ങൾ നടത്തേണ്ടത് അത് വീണ്ടുമുള്ള കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കപ്പെടാനുള്ള സാധ്യത കുറയ്ക്കാനും കൂടിയാണ്. തീർച്ചയായും ഡോക്ടർ പറഞ്ഞതിനാണ് അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇത്തരത്തിലൊരു കൂട്ടക്കൊലകൾ നടക്കുമ്പോൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ക്രൈമുകൾ നടക്കുമ്പോൾ പലപ്പോഴും ഈ കൊലകളെ പറ്റിയുള്ള അന്വേഷണത്തിനപ്പുറം എങ്ങനെ ഈ കൊലകൾ നടക്കുന്നു, പ്രതികൾ എങ്ങനെ ഇത്തരത്തിലുള്ള കൊലപാതകങ്ങളിലേക്ക് എത്തുന്നു എന്നതുകൂടി അന്വേഷിക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ അതിനൊരു പരിഹാരം കൂടി കാണേണ്ടതുണ്ട്. എങ്ങനെ ഇനി അങ്ങോട്ടും ഇത്തരത്തിലുള്ള കൊലപാതകങ്ങൾ ഒഴിവാക്കാൻ സാധിക്കുകയുള്ളൂ. വളരെ വ്യക്തമാണ് ഡോക്ടർ പറഞ്ഞത്. ഡോക്ടർ നോക്കൂ, ഇന്നത്തെ ഈ കൊലപാതകത്തിൽ പോലും കൃത്യമായൊരു കാരണം വ്യക്തമല്ല. 23 വയസ്സുള്ളൊരു യുവാവാണ് ഇത്തരത്തിലൊരു കൊലപാതകം നടത്തിയിരിക്കുന്നത്. പലപ്പോഴും ഒരു കൃത്യമായ മോട്ടീവോ അല്ലെങ്കിൽ ഒരു ശത്രു അല്ലെങ്കിൽ ഒരു ഗ്രഡ്ജോ ഇല്ലാതെയായിരിക്കും ഇത്തരം കൊലപാതകങ്ങളിലേക്ക് എത്തിക്കും. ഈ ഇന്നത്തെ വിഷയത്തിൽ തന്നെ നോക്കൂ, സ്വന്തം ഉമ്മയും സഹോദരനും ഉൾപ്പെടുന്ന വ്യക്തികളെയാണ് ഇത്തരത്തിൽ പ്രതി കൊലപ്പെടുത്തിയിരിക്കുന്നത്. ഡോക്ടർ സൂചിപ്പിച്ചതുപോലെ തന്നെ ലഹരി അല്ലെങ്കിൽ മറ്റു ഇൻഫ്ലുവൻസുകൾ. ഇന്നത്തെ വിഷയത്തിൽ തന്നെ പ്രതി ആത്മഹത്യയ്ക്ക് ഇതിനു മുൻപും ശ്രമിച്ചിട്ടുണ്ടെന്ന് വ്യക്തമാക്കുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഇങ്ങനെയുള്ള കൊലപാതകങ്ങളിലേക്ക് എത്തുന്ന പ്രതികൾ അവർ പലപ്പോഴും ഇത്തരത്തിലുള്ള സ്വഭാവ വൈകല്യങ്ങൾ കാണിക്കുന്നുണ്ടാകുമല്ലോ ചെറുപ്പം മുതൽ തന്നെ. ഈ സ്വഭാവ വൈകല്യങ്ങളുടെ കാര്യം പറയുമ്പോൾ പൊതുവെ ഇത്തരം ചർച്ചകളുടെ ഒരു അനന്തരഫലം എന്താണെന്ന് വെച്ചാൽ നോക്കൂ, അതെ, അവിടെ ഒരു മനോരോഗ ചികിത്സാ വിദഗ്ധൻ വന്ന് ഇവരൊക്കെ മാനസിക രോഗികളാണെന്ന് പറയുന്നുണ്ട്. മാനസിക രോഗികളാണെങ്കിൽ ഈ കൊലപാതകത്തിൽ നിന്നും ശിക്ഷയിൽ നിന്നും അവർക്ക് ഇളവ് കിട്ടുമെന്ന് ഉള്ള ഒരു പൊതുവെ സമൂഹം അങ്ങനെയൊന്ന് തെറ്റിദ്ധരിച്ച് വെച്ചിട്ടുണ്ട്. അതൊട്ടും തന്നെ ശരിയല്ല. കാരണം ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾക്ക് അതിൻ്റെ അർഹതമായ ശിക്ഷ തന്നെ കിട്ടും. പക്ഷേ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സൂചിപ്പിച്ചതുപോലെ ഈ പ്രസ്തുത വ്യക്തിക്ക് നേരത്തെ ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ ഉണ്ടായിരുന്നതായിട്ടാണ് മാധ്യമ റിപ്പോർട്ടുകളിൽ നിന്നും വ്യക്തമാകുന്നത്. അങ്ങനെയാണെങ്കിൽ അത്തരത്തിലുള്ള ഈ ഒരു എടുത്തുചാട്ട സ്വഭാവമുള്ള ഒരു വ്യക്തിത്വം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നുള്ളത് നാം പരിശോധിക്കേണ്ടത്. അപ്പോൾ അതിൽ നമ്മളെ ചില വ്യക്തിത്വങ്ങളെക്കുറിച്ച് അറിയേണ്ടത്. അപ്പോൾ നമുക്കറിയാവുന്ന ഒരു സാമൂഹ്യ വിരുദ്ധ വ്യക്തിത്വ വൈകല്യം പൊതുവെ ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്നത്, ഈ പെട്ടെന്ന് ദേഷ്യം വരുന്നവരും പെട്ടെന്ന് തന്നെ ക്ഷിപ്രകോപികളും പ്രസാദികളും എന്നാണ് നമ്മളവരെ പറയുന്നത്. അവരെ ഒരുതരം ഈ ഒരു ഇണങ്ങിയാൽ നക്കിക്കൊല്ലും പിണങ്ങിയാൽ കുത്തിക്കൊല്ലും എന്നുള്ള മനോഭാവമുള്ളവർ. അവർക്ക് സ്നേഹമാണെങ്കിൽ വളരെയധികം സ്നേഹമായിരിക്കും, നിങ്ങൾ തന്നെ ആയിരിക്കും അവരുടെ എല്ലാം. പക്ഷേ അവർക്കെതിരായി നിങ്ങൾ നിന്ന് കഴിഞ്ഞാൽ അവർ നിങ്ങളെ നിശിതമായി വിമർശിക്കുകയും നിങ്ങളെ എന്ത് രീതിയിലും ഉപദ്രവിക്കാനും ഒക്കെ ശ്രമിക്കുകയും ചെയ്യും. ഒരു കയ്യിലൊക്കെ മുറിവുകൾ ഉണ്ടാക്കുക, കൈ കിട്ടുന്ന സാധനമൊക്കെ ദേഷ്യം വരുമ്പോൾ വലിച്ചെടുത്ത് എറിയുക, അത്തരത്തിലുള്ള സ്വഭാവ പ്രവണതകളുള്ള ആൾക്കാരുണ്ട്. ഇത്തരം വ്യക്തിത്വ വൈകല്യങ്ങൾ, ഇത് നമ്മൾ അറിയേണ്ട ഒരു കാര്യം, 18 വയസ്സ് കഴിയുമ്പോഴാണ് ഒരു വ്യക്തിത്വ വൈകല്യമെന്ന് നമ്മൾ പറയുന്നത്. 18 വയസ്സിൽ താഴെ ഈ വ്യക്തിത്വ വൈകല്യത്തിൻ്റെ സാധ്യതകളുണ്ടെന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ അത്തരം വ്യക്തിത്വ വൈകല്യമുള്ളവർ ആണെങ്കിൽ അവരിപ്പറയുന്ന ചില സ്വഭാവ രീതികൾ നേരത്തെ തന്നെ കാണിച്ചേക്കാം. അങ്ങനെയാണെങ്കിൽ അതുള്ളവരെ നേരത്തെ തന്നെ തിരിച്ചറിയാനും അവരെ ചികിത്സയ്ക്കോ മറ്റ് തെറാപ്പിയോ മറ്റോ ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതോ ചെയ്ത് അവരുടെ ഈ ലക്ഷണങ്ങൾ കൃത്യമായി തിരിച്ചറിഞ്ഞ് അവരെ ചികിത്സയ്ക്ക് വിധേയമാക്കുക എന്നുള്ളത് ഇത്തരം ക്രൂരകൃത്യങ്ങൾ തടയുന്നതിലൊരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കും. പക്ഷേ ഒരിക്കലും ഇത്തരത്തിലുള്ള ഒരു ചർച്ച അത് ഇവർ മാനസിക രോഗത്തിൻ്റെ ഒരു ആനുകൂല്യം ലഭിക്കാൻ വേണ്ടിയാണ്, അവർക്ക് ഇതിൽ നിന്നും ഒരു എക്സംഷൻ കിട്ടുമെന്നുള്ള തലത്തിലേക്ക് പോകാതെ, അതൊരു തെറ്റിദ്ധാരണയാണ് നമ്മുടെ ഇടയിലുള്ള. അതല്ല, കൃത്യമായിട്ടും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ക്രൈം പ്രിവെൻഷൻ എന്ന് പറയുന്ന വലിയൊരു വിഭാഗമുണ്ട്. ഈ ക്രൈം പ്രിവെൻഷൻ യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള സ്വഭാവ വൈകല്യങ്ങൾ ഉള്ളവരെ നേരത്തെ കണ്ടുപിടിക്കാനും അവരുടെ ചികിത്സയോ മറ്റെന്തെങ്കിലുമാണ് അവരുടെ സാമൂഹ്യമായ പുനരധിവാസമൊക്കെയാണ് വേണ്ടതെങ്കിൽ അത് ചെയ്യാനുള്ള സംവിധാനങ്ങൾ കൂടി നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. അത് യഥാർത്ഥത്തിൽ ഒരു സ്കൂളുകളിൽ നിന്ന് ചെറുപ്പക്കാരിൽ നിന്ന് തന്നെ തുടങ്ങേണ്ടതുമാണ്.
തീർച്ചയായും ഡോക്ടർ, വ്യക്തമാണ്. ഒരിക്കലും ഇത്തരത്തിലൊരു മാനസികാരോഗ്യത്തെ പറ്റി ചർച്ച ചെയ്യുമ്പോഴോ പ്രേക്ഷകരോടാണ് ഒരിക്കലും പ്രതി ചെയ്ത ക്രൂരകൃത്യത്തെയോ അല്ലെങ്കിൽ ഇത്തരം കുറ്റകൃത്യങ്ങളെയോ ലഘൂകരിക്കുകയോ അല്ല, മറിച്ച് ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങളിലേക്ക് എത്തുന്നത്, അത് ഇനിയും ഇത്തരത്തിലൊരു കുറ്റകൃത്യങ്ങളിലേക്ക് എത്താതിരിക്കാൻ നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് മാത്രമാണ് ഹലോ ഡോക്ടർ എന്ന് സംസാരിക്കുന്നത്. ഡോക്ടർ, ലഹരിയെക്കുറിച്ച് ഡോക്ടർ സംസാരിച്ചു. ലഹരി എത്രത്തോളം സ്വാധീനിക്കുന്നുണ്ട് എന്ന വിഷയത്തെക്കുറിച്ച് ഡോക്ടർ സംസാരിച്ചു. ഡോക്ടർ, ഈ വിഷയത്തിലായാലും പ്രതി ലഹരി ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ് വ്യക്തമാകുന്നതെന്ന തരത്തിലുള്ള വാർത്തകളെല്ലാം പുറത്തു വരുന്നുണ്ട്. ഡോക്ടർ ഒരു വട്ടം സംസാരിച്ചതാണ്. എങ്കിൽ പോലും ഈ ലഹരി ഇത്തരത്തിൽ, ഡോക്ടർ തന്നെ നേരത്തെ ജെൻസി കാറ്റഗറിയെ പറ്റി 97 മുതലുള്ള അങ്ങോട്ടുള്ള ജെൻസി കാറ്റഗറിയെ പറ്റിയെല്ലാം സൂചിപ്പിച്ചു. അപ്പം ഇത്തരത്തിലുള്ള യുവാക്കളിൽ കൂടുതൽ ഇത്തരത്തിൽ ലഹരി ഉപയോഗം കൂടുന്നതാണ്. പലപ്പോഴും സ്പോർട്ടീവായിട്ടായിരിക്കും ക്രൈമുകൾ നടക്കുന്നത്. മുൻകൂട്ടി പ്ലാൻ ചെയ്യാതെ തന്നെ പെട്ടെന്നുണ്ടാകുന്ന ദേഷ്യത്തിന്റെ പുറത്തെല്ലാം കൂടുതൽ ക്രിമിനൽ കേസുകൾ പുറത്തു വരുന്നൊരു സാഹചര്യമുണ്ടല്ലോ. അല്ല, അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ടാണ് നിങ്ങൾ ലഹരി ഉപയോഗിക്കുന്നത് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കേണ്ടതുണ്ട്. നമുക്ക് പൊതുവേ അറിയാവുന്നത് പോലെ നമ്മളിതിനൊരു പാറ്റേൺ പൊതുവേ പറയാനുണ്ട്. നമ്മളതൊന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ADHD അഥവാ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ എന്ന് പറയുന്ന ഈ ശ്രദ്ധക്കുറവും പിരിവിരിപ്പുമുള്ള കുട്ടികൾ, അത്തരം കുഞ്ഞുങ്ങളെ നമ്മൾ എപ്പോഴും കാണുന്നുണ്ട്. നമ്മളൊക്കെ സമൂഹത്തിൽ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. നമ്മളൊക്കെ പണ്ട് സ്കൂളിൽ പഠിച്ചപ്പോൾ ആലോചിച്ചാൽ മതി, ചില കുട്ടികൾക്ക് ക്ലാസ്സിൽ ഈ ഇരിപ്പുറയ്ക്കത്തില്ല, അടങ്ങി ഒതുങ്ങി ഇരിക്കില്ല എന്ന് പറയും. ടീച്ചർമാർക്കൊക്കെ യഥാർത്ഥത്തിൽ അവർ വരാതിരുന്ന വലിയ ആശ്വാസമാണ്. കാരണം അത്രയും ശല്യം കുറഞ്ഞിരിക്കുമല്ലോ. ഇവർ വന്നു കഴിഞ്ഞാൽ ഇവരടുത്തുള്ള കുട്ടികളെ ഞോണ്ടുകയും പിച്ചുകയും ഒക്കെ ചെയ്യുക, അല്ലെങ്കിൽ ക്ലാസ്സിൽ പൊതുവെ ഒരു ബഹളമുള്ള അന്തരീക്ഷം സൃഷ്ടിക്കുക, അത്തരത്തിലുള്ള ആൾക്കാരുണ്ട്. നമ്മളതിനെ ശ്രദ്ധ കുറവായിരിക്കും. ഇവർക്ക് ശ്രദ്ധയും ഏകാഗ്രതയും 2 ഘടകങ്ങളാണ്. അറ്റൻഷൻ ഡെഫിസിറ്റ് ആൻഡ് ഹൈപ്പർ ആക്ടിവിറ്റി, ശ്രദ്ധക്കുറവും അതോടൊപ്പം പിരിവിരിപ്പും ഉണ്ടാവും. അപ്പോൾ ഇവർ കുറച്ചുകൂടി അങ്ങോട്ട് വളർന്നു കഴിയുമ്പോഴത്തേക്കും കോണ്ടാക്ട് ഡിസോർഡർ അഥവാ സ്വഭാവ വൈകല്യങ്ങൾ എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് എത്താറുണ്ട്. ചെറിയ ചെറിയ നിയമലംഘനങ്ങൾ നടത്തുക, ജീവികളോടൊക്കെ വലിയ ക്രൂരത കാണിക്കുക. ഇപ്പോൾ ഈ വീട്ടിലുള്ള പട്ടിയുടെ പൂച്ചയുടെയൊക്കെ വാല് പരസ്പരം കൂട്ടിക്കെട്ടിയിടുക. ഇപ്പോൾ ചെറിയ ചില ജീവികളെ, പഴുതാര തുടങ്ങിയ ജീവികളെയൊക്കെ ഈ പാത്രത്തിലൊക്കെ പിടിച്ചിട്ട് അടച്ച് സ്കൂളിലൊക്കെ കൊണ്ടുവരും. വളരെ ക്രൂരമായ ജീവികളെയൊക്കെ ഉപദ്രവിക്കും. ഇപ്പോൾ വീട്ടിലുള്ള തന്നെ സഹോദരനെയോ സഹോദരിയൊക്കെ പല മാതാപിതാക്കളും പറയുന്നത് കണ്ണും പൂട്ടി അടിക്കും. യാതൊരു അനുതാപവും ദയയും അവനില്ല എന്ന് തോന്നും. അങ്ങനെ ഉപദ്രവിക്കുന്ന കോണ്ടാക്ട് ഡിസോർഡർ എന്ന് പറയുന്നൊരവസ്ഥയുണ്ട്. ഈ കോണ്ടാക്ട് ഡിസോർഡറിൻ്റെ തൊട്ട് മുകളിലായിട്ടാണ് നാം നേരത്തെ സൂചിപ്പിച്ച സാമൂഹ്യവിരുദ്ധ വ്യക്തിത്വ വൈകല്യം, ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ. അതായത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡറിൽ നിന്ന് തുടങ്ങി കോണ്ടാക്ട് ഡിസോർഡറിലൂടെ ഈ സാമൂഹ്യവിരുദ്ധ വ്യക്തിത്വ വൈകല്യത്തിലേക്ക് എത്തുന്ന ഒരു പാറ്റേൺ ഉണ്ട്. ഇത് നമുക്ക് നേരത്തെ തിരിച്ചറിയാൻ സാധിക്കും. അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ തന്നെ നേരത്തെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. അതിന് ഫലപ്രദമായ ഇടപെടലുകൾ സാധിക്കും. ഇനി കോണ്ടാക്ട് ഡിസോർഡർ എത്തിക്കഴിഞ്ഞാൽ തന്നെ ഒരു പരിധിവരെ നമുക്ക് ഇടപെടൽ സാധ്യമാണ്. ഈ ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ അഥവാ സാമൂഹ്യവിരുദ്ധ വ്യക്തിത്വ വൈകല്യത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നാം സൂചിപ്പിച്ച പോലെ അവരുടെ ഒരു റിഫോം അത്ര എളുപ്പമായിരിക്കില്ല. അപ്പോൾ ഇത്തരത്തിലുള്ളവരെ തന്നെ നേരത്തെ കണ്ടെത്താൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള ആൾക്കാർ പെട്ടെന്ന് ഈ എടുത്തുചാട്ടം, നേരത്തെ സൂചിപ്പിച്ച ദേഷ്യമൊക്കെ വരുമ്പോൾ കയ്യിലെ സാധനങ്ങളൊക്കെ എടുത്തെറിയുക. ചില ആൾക്കാരുടെ കൈയൊക്കെ ചില കൈ ഇങ്ങനെ മുറിച്ച് വെച്ചിരിക്കുന്നതായിട്ട് കാണാം. നമ്മൾ ചോദിക്കുമ്പോൾ പറയും ദേഷ്യം വരികയൊക്കെ ചെയ്യുമ്പോൾ കൈ മുറിച്ച് കഴിഞ്ഞാൽ അവൻ അല്ലെങ്കിൽ അവൾക്ക് ഒരു സമാധാനം ലഭിക്കുമെന്ന് പറയും. നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ. അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാരെ ഒക്കെ തന്നെ നേരത്തെ കണ്ടുപിടിക്കാൻ സാധിക്കും. ഇവർക്ക് ലഹരി ഉപയോഗിക്കാനുള്ള ഒരു പ്രവണത കൂടുതലായിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള വ്യക്തിത്വ വൈകല്യങ്ങളും ലഹരിയും ഉപയോഗിച്ച് കഴിയുമ്പോൾ വളരെ അപകടകരമായ ഒരു കോമ്പിനേഷനാണ് അവിടെ രൂപപ്പെടുന്നത്. ഈ ഒരു കോമ്പിനേഷൻ ഈ പറയുന്ന ചില കുറ്റകൃത്യങ്ങളിലെങ്കിലും വളരെ അപകടമുണ്ടാക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതും നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ നേരത്തെ കണ്ടുപിടിക്കാനും അതിന് പരിഹാര മാർഗ്ഗങ്ങളും കണ്ടുപിടിക്കേണ്ടതാണ്. യഥാർത്ഥത്തിൽ ക്ലാസ്സുകളിൽ തന്നെ, വീടുകളിൽ തന്നെ ഈ ADHD അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതിനെതിരായിട്ടുള്ള ഫലപ്രദമായ ഇൻ്റർവെൻഷൻസ് നമുക്ക് ചെയ്യാൻ സാധിക്കും. നമ്മൾ സംസാരിച്ചത് തന്നെ തുടരുകയാണ്. പലപ്പോഴും മറ്റു കൊലപാതകങ്ങൾ, കാരണമുള്ള കൊലപാതകങ്ങൾ ഇത്തരത്തിൽ കാരണം അറിയാത്ത അല്ലെങ്കിൽ പെട്ടെന്നുണ്ടാകുന്ന ദേഷ്യത്തിൽ ഉണ്ടാകുന്ന കൊലപാതകങ്ങളെ നാം കൂടുതൽ ഭയക്കേണ്ടിയിരിക്കുന്നു എന്ന് തോന്നുന്നു. പലപ്പോഴും ഇത്തരത്തിലുള്ള ക്രിമിനൽ മാനസികാവസ്ഥയിലേക്ക് എങ്ങനെയായിരിക്കും ഒരു വ്യക്തി നീങ്ങുന്നത്? ഇതിന് പല ഘട്ടങ്ങളുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ പറയുന്ന പല ബഹുമുഖമായ ഘടകങ്ങൾ ഇതിനെ സ്വാധീനിക്കുന്നുണ്ട്. ഈ ഘടകങ്ങളെല്ലാം കൂടി കൂടിച്ചേർന്നാണ് ഒരു കുറ്റവാളി ഉണ്ടാകുന്നത്. പക്ഷേ ഒരു കുറ്റവാളി ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെയും ഒരു കുറ്റകൃത്യത്തിൽ ആദ്യം അയാൾ ഏർപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തെ റിഫോം ചെയ്യാവുന്ന ഒരു പ്രക്രിയയുണ്ട്. ആ റിഫോമേഷൻ എന്ന് പറയുന്ന പ്രക്രിയ യഥാർത്ഥത്തിൽ നമ്മുടെ ജയിലുകളിൽ നടക്കേണ്ട സംവിധാനമാണെന്നാണ് ഉദ്ദേശിക്കുന്നത്. കറക്ഷണൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് തന്നെ യഥാർത്ഥത്തിൽ അതാണ്. അവിടെ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ കുറ്റകൃത്യത്തിൻ്റെ പുറകിൽ എന്തൊക്കെ ഘടകങ്ങളാണ് ഒരു കുറ്റകൃത്യത്തിലേക്ക് നയിച്ചത്, അതിൽ
നമുക്ക് നിയന്ത്രിക്കാവുന്ന ഘടകങ്ങളുണ്ട്, നിയന്ത്രിക്കുന്നതിനപ്പുറമുള്ള ഘടകങ്ങളുണ്ട്. ഇതിൽ നിയന്ത്രിക്കാവുന്ന ഘടകങ്ങളെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ്. അതിൽ ഈ പറയുന്ന ലഹരിയുടെ ഒരു പ്രശ്നമാണ് എന്നുണ്ടെങ്കിൽ അത് ചികിത്സിക്കേണ്ടതുണ്ട്. മാനസിക രോഗ പ്രശ്നങ്ങളാണെങ്കിൽ അത് ചികിത്സിക്കേണ്ടതുണ്ട്. ഈ സാമൂഹിക സാഹചര്യങ്ങളാണെങ്കിൽ അതിന് പരിഹാരം കണ്ടെത്താൻ സാധിക്കും. ഇനി വ്യക്തിത്വ വൈകല്യങ്ങളാണെങ്കിൽ അതിന് നമുക്ക് പരിഹാരം കണ്ടെത്താൻ സാധിക്കും. പക്ഷേ ഇതിനുള്ള ഒരു സംവിധാനം നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. ഇപ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിരിക്കുന്ന ഒരു അവസ്ഥയെന്ന് വെച്ചാൽ, നമ്മളൊക്കെ തന്നെ പലരോടും സംസാരിക്കുമ്പോൾ പലരും പറയുന്നത്, ഇപ്പോൾ വാഹനം ഓടിച്ചു പോകുന്നവരോ റോഡിൽ നടന്നു പോകുന്നവരോ ഒക്കെ തന്നെ ഒരു വാഹന സൈഡിൽ വന്ന് നുരസിയാലോ തട്ടിയാലോ ഒക്കെ തന്നെ ചെറുപ്പക്കാരാണ് ഈ വാഹനം ഓടിക്കുന്നതെന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇവർക്ക് തർക്കിക്കാനോ അവരോട് തിരിച്ചെന്തെങ്കിലും പറയാനോ പേടിയായ ഒരവസ്ഥയിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഇത് കേട്ടിട്ട് ചെറുപ്പക്കാരെല്ലാം കൂടി ഞങ്ങളൊക്കെ വലിയ വൈബാണ്, സമൂഹത്തിന് മൊത്തം ഞങ്ങളെ പേടിയാണ് എന്ന് കരുതുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല. അപ്പോൾ ഇത്തരത്തിൽ, കാരണം ഗ്ലാസ് താത്തിക്കഴിഞ്ഞാൽ, വാഹനത്തിൻ്റെ ഗ്ലാസ് താത്തിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ടൂ വീലർ നിർത്തിക്കഴിഞ്ഞാൽ മറ്റേ വാഹനത്തിലുള്ളവൻ്റെ കയ്യിൽ എന്താണെന്നും അവൻ്റെ വയറ്റിലെന്താണെന്നും സംശയം പ്രകടിപ്പിക്കുന്ന പലരുമുണ്ട്. അവരുദ്ദേശിക്കുന്നത് കയ്യിലെ ആയുധവും വയറ്റിലെ ലഹരി പദാർത്ഥവുമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഞാൻ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരോട് തന്നെ ചോദിക്കുകയാണ്, നിങ്ങളുടെ വാഹനവുമായി പോകുമ്പോൾ ഒരു ചെറിയ ഉരസലോ തട്ടോ മറ്റോ വന്നു കഴിഞ്ഞാൽ എതിർ ഭാഗത്തു നിന്ന് വരുന്ന ആളുമായിട്ട് തർക്കിക്കാനുള്ള ഒരു ധൈര്യം നിങ്ങൾക്കുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നില്ല ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എത്ര പേര് ധൈര്യമുണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു വളരെ അപകടമുള്ള ഒരു അവസ്ഥയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇതിൻ്റെ ഒരു റിഫോർമേഷൻ യഥാർത്ഥത്തിൽ തുടങ്ങേണ്ടതുണ്ട്. അത് ജയിലുകളിൽ നിന്ന് തന്നെ ആരംഭിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ കുറ്റകൃത്യം കഴിഞ്ഞ് അവരെ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ഉൾപ്പെടെ അവരുടെ മനോനില ഉൾപ്പെടെ പരിശോധിക്കേണ്ടതുണ്ട്. ഈ മനോനില പരിശോധിക്കുമ്പോഴും പലപ്പോഴും അതിൽ നിന്ന് നമ്മെ പിന്തിരിപ്പിക്കുന്നത് ഇവർക്ക് ഈ മാനസിക രോഗമുണ്ട് എന്നുള്ളതിൻ്റെ ആനുകൂല്യം വിചാരണ ഘട്ടത്തിൽ അവർ കൊണ്ടുവരുമോ എന്നുള്ളതാണ്. അതിൽ തന്നെ നിയമങ്ങളുണ്ട്, അതിനനുസരിച്ച് മുന്നോട്ട് പോകാം. പക്ഷേ ഈ മാനസിക പ്രശ്നങ്ങളോ നാം സൂചിപ്പിച്ച വ്യക്തിത്വ വൈകല്യങ്ങളോ ലഹരിയോ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ഇത് നേരത്തെ കണ്ടുപിടിച്ച് ഫലപ്രദമായി ഇതിനെതിരായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടാവുകയും, നമ്മൾ ഈ ശിക്ഷ എന്ന് പറയുമ്പോൾ തന്നെ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഇത്തര കാലാവധി കഴിയുമ്പോൾ ഇദ്ദേഹത്തെ ശിക്ഷാവിമുക്തനാക്കാമെന്ന് പറയുന്നതിൻ്റെ അപ്പുറത്തേക്ക് ഇത്തരത്തിലുള്ള ഘടകങ്ങൾ കൂടി പരിശോധിക്കുകയും അതിലൊരു വ്യത്യാസം വന്നാൽ മാത്രമേ ഇവരുടെ ശിക്ഷാ കാലാവധി കഴിഞ്ഞാൽ പോലും ഇവർക്ക് പുറത്തു പോകാൻ പറ്റുകയുള്ളൂ എന്ന രീതിയിൽ നിയമങ്ങളിലുള്ള ഒരു പൊളിച്ചെഴുത്തും ആവശ്യം ആണെങ്കിൽ അത് ചെയ്യേണ്ടതുണ്ട്. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഇപ്പോൾ ഒരു ചെറിയ പ്രായത്തിലൊക്കെ തന്നെ കുറ്റവാളിയായ ഒരാൾ, അദ്ദേഹത്തിന് വധശിക്ഷയല്ല ലഭിക്കുന്നതെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ വധശിക്ഷ കൊടുക്കുന്നതിനെക്കുറിച്ച് തന്നെ വളരെ രണ്ട് വശത്തുമുള്ള ആർഗ്യുമെൻ്റ് ഉണ്ട്. യഥാർത്ഥത്തിൽ ഒരാളെ വധശിക്ഷയ്ക്ക് വിധേയമാക്കാമോ ഇല്ലയോ എന്നുള്ളത് തന്നെ ഒരു വലിയ ചർച്ചയാണ്. പക്ഷേ അങ്ങനെ വധശിക്ഷയ്ക്ക് വിധേയനാക്കിയില്ല എന്നുണ്ടെങ്കിൽ, നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ആ നിയമമുള്ളത് കൊണ്ട് അങ്ങനെ ആക്കിയില്ലെങ്കിൽ ഒരു ഘട്ടം കഴിയുമ്പോൾ ഇത്തരത്തിലുള്ള ആൾക്കാർ വീണ്ടും സമൂഹത്തിൽ പുറത്തു വരാനും സമൂഹത്തിൽ സ്വതന്ത്രമായി വിഹരിക്കാനുമുള്ള സാധ്യതയുണ്ട്. അങ്ങനെയുള്ളവരാണ് ഇപ്പോൾ തന്നെ നമുക്കറിയാമല്ലോ, ഒരു കുറ്റകൃത്യം കഴിഞ്ഞ് പുറത്തിറങ്ങി വന്ന ഒരാൾ അദ്ദേഹത്തിൻ്റെ ജാമ്യ കാലാവധിയിൽ കാണിച്ച് കൂട്ടിയത് എന്തൊക്കെയാണെന്നുള്ളത് കേരളം കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു നമ്മുടെ ആ വെറും ശിക്ഷാ കാലാവധിയിൽ ഉണ്ടാകുന്ന മാറ്റം എന്നതിൻ്റെ അപ്പുറം ഒരു ടോട്ടൽ റിഫോർമേഷൻ, ആ എന്ത് ഘടകങ്ങളാണോ ആ വ്യക്തിയെ കുറ്റകൃത്യത്തിലേക്ക് നയിച്ചത് ആ ഘടകങ്ങൾ കൃത്യമായി ഇല്ലാതാക്കാനോ കുറയ്ക്കാനോ ഉള്ള ഒരു ശ്രമം നടത്തുകയും അതും കൂടി കഴിഞ്ഞാൽ ഇവരുടെ തടവറകളിൽ നിന്നുള്ള മോചനം സാധ്യമാകൂ എന്ന രീതിയിലേക്ക് നിയമത്തിൽ പൊളിച്ചെഴുത്ത് വേണ്ടി വരുമെന്നുണ്ടെങ്കിൽ അതും കൂടി നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിലേ ഒരിക്കലും കുറ്റകൃത്യങ്ങളില്ലാത്ത ഒരു സമൂഹം തന്നെയാണ് നമ്മളെല്ലാവരും ആത്യന്തികമായി ആഗ്രഹിക്കുന്നതെങ്കിലും ഇതിൽ കുറച്ചെങ്കിലും ഒരു കുറവ് വരുത്തണമെങ്കിൽ അത്തരം കാര്യങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട്. വ്യക്തമാണ് ഡോക്ടർ. അതുപോലെ തന്നെ തുടക്കത്തിൽ ഡോക്ടർ സൂചിപ്പിച്ചു, പലപ്പോഴും ഇത്തരത്തിൽ കുറ്റകൃത്യങ്ങളിലേക്ക് എത്തപ്പെടുന്ന അല്ലെങ്കിൽ യുവാക്കൾക്കിടയിൽ സൊസൈറ്റിയിൽ ഉണ്ടാകുന്ന കുറേ ഇൻഫ്ലുവൻസുകളെ പറ്റി ഡോക്ടർ സൂചിപ്പിച്ചു. പലപ്പോഴും സിനിമകൾ അല്ലെങ്കിൽ അവർ പിയർ ഗ്രൂപ്പ്സിൽ നിന്ന് ഉണ്ടാകുന്ന ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ സിനിമകളിൽ നിന്ന്. ഇപ്പം നമ്മുടെ ചർച്ചയ്ക്ക് കീഴിൽ യൂട്യൂബിൽ നിന്ന് വരുന്ന കമൻസ് പോലും, പലപ്പോഴും ഇന്ന് വന്നൊരു യൂട്യൂബ് കമൻറ്റ് പോലും, കുട്ടികൾക്കുള്ള കാർട്ടൂണിൽ പോലും, ഈ 3 വയസ്സ് 4 വയസ്സ് വരെയുള്ള കുട്ടികൾക്കുള്ള കാർട്ടൂണിൽ പോലും പലപ്പോഴും ഇത്തരത്തിൽ കൊല പോലെയുള്ള ക്രിമിനൽ കാര്യങ്ങളാണ് കൂടുതൽ ഫോക്കസ് ചെയ്ത് കാണിക്കുന്നത്. ഇത് പലപ്പോഴും ഇത്തരത്തിൽ വളർന്നു വരുന്ന കുട്ടികളിൽ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാക്കുകയും പിന്നീട് ഇത് പലപ്പോഴും ഇത് ഒരു സാധാരണ കാര്യമാണ്, മദ്യപിക്കുന്നതോ അല്ലെങ്കിൽ ഇത്തരത്തിൽ മദ്യപാനമോ പുകവലിയോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള എന്ത് കുറ്റകൃത്യമായാലും അതൊരു സാധാരണ കാര്യമായി കുട്ടികൾക്ക് തോന്നിയേക്കാം. അപ്പോൾ ഇത്തരത്തിലൊരു യൂട്യൂബ് കമൻറ്റ് ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോൾ ഡോക്ടർക്ക് പറയാനുള്ളത് എന്താണ്? യഥാർത്ഥത്തിൽ ആ യൂട്യൂബ് കമൻറ്റ് ഞാൻ ശ്രദ്ധിച്ചു. ഞാനത് അങ്ങയോട് പറയാനായിട്ടിരിക്കുകയാണ്. തീർച്ചയായും ശരിയാണ്. കാരണം നമ്മൾ കാണുന്നത് യഥാർത്ഥത്തിൽ നമ്മൾ ഇപ്പം എനിക്കും അങ്ങയ്ക്കുമൊക്കെ ഇഷ്ടപ്പെട്ട ഒരു കാർട്ടൂൺ ആയിരിക്കും ടോം ആൻഡ് ജെറി എന്ന് ഞാൻ വിശ്വസിച്ചു. യഥാർത്ഥത്തിൽ ടോം ആൻഡ് ജെറിയിൽ തന്നെ അതിഭീകര വയലൻസ് ആണ് കാണുന്നത്. ആ പൂച്ച എലിയെ അടിക്കുന്നതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ, ഈ ഡോറിൻ്റെ താഴെ കൂടെയൊക്കെയാണ് പൂച്ച എലിയെ പലപ്പോഴും അടിച്ച് പൾപ്പാക്കി കഴിഞ്ഞ് വിടുന്നത്.
അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒരു പഠനമുണ്ട് കേട്ടോ. നമ്മുടെ അലക്സ, നമ്മളെല്ലാവരും ആമസോൺ അലക്സ നമ്മുടെ ഫോണുകളിലൊക്കെ ഉണ്ട്, നമ്മളെല്ലാവരും ഉപയോഗിക്കുന്നത്. അപ്പോൾ അലക്സയെ നമ്മൾ അങ്ങോട്ട്, അലക്സയെ ആരെങ്കിലും തെറി വിളിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, അലക്സയെ ഒന്ന് തെറി വിളിച്ച് നോക്കുക. അലക്സ വളരെ മധുരമായി തിരിച്ച് സംസാരിക്കും, എനിക്കത് മനസ്സിലാകുന്നില്ല, ഇതിങ്ങനെയല്ല പറയേണ്ടതെന്നൊക്കെ പറയും. അപ്പോൾ ഈ അലക്സ ഉപയോഗിക്കുന്ന കുഞ്ഞുങ്ങളുടെ ഇടയിൽ അമേരിക്കയിൽ ഒരു പഠനം നടത്തുകയുണ്ടായി. ആ പഠനത്തിൽ തെളിഞ്ഞു വന്നത് ഈ അലക്സയോട് തെറി വിളിച്ചാലും അലക്സ മധുരമായി സംസാരിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ ഈ കുഞ്ഞുങ്ങൾ വിചാരിച്ചു വെച്ചിരിക്കുന്നത് പുറത്തെ സമൂഹത്തിലിറങ്ങി തെറി വിളിച്ചാലും ഇതേ സ്വഭാവം തന്നെ തിരിച്ച് സമൂഹം കാണിക്കുമെന്നാണ്. ഒരിക്കലും അങ്ങനെ അല്ലല്ലോ. അപ്പോൾ ഞാൻ സൂചിപ്പിച്ചത് ഇത്തരത്തിലുള്ള മാധ്യമങ്ങളും മറ്റും ഉൾപ്പെടെ തന്നെ ഈ ചെറിയ പ്രായത്തിൽ തന്നെ, കാരണം കുഞ്ഞുങ്ങളെ മാധ്യമങ്ങളുടെ ലോകത്തേക്ക് നമ്മൾ വളരെ പെട്ടെന്ന് എക്സ്പോസ് ചെയ്യുമ്പോൾ, ഡിജിറ്റൽ കണ്ടൻറ് ഉൾപ്പെടെയുള്ളതിന് എക്സ്പോസ് ചെയ്യുമ്പോൾ അത്തരം കാര്യങ്ങൾ കൂടി ഈ പറയുന്ന കുട്ടികളുടെ സ്വഭാവത്തെയും ഈ ആക്രമണ പ്രവണതയെയും സ്വാധീനിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇനി കാർട്ടൂണുകളിൽ ഉൾപ്പെടെ ഈ പറയുന്ന ഒരു വാർണിംഗ് സൈനുകൾ കൊടുക്കേണ്ടതും. അപ്പോൾ പലയിടത്തും ഇപ്പം നമ്മൾ 6 മാസം വരെയുള്ള കുട്ടികൾക്ക് യഥാർത്ഥത്തിൽ കുടുംബത്തെ വിളിക്കാൻ മാത്രമാണ് വീഡിയോ കോൾ അനുവദിക്കുന്നത്. 6 മാസം മുതൽ 2 വർഷം വരെയുള്ള കുട്ടികൾക്ക് പഠനത്തിനുള്ള കണ്ടൻറ്റ് പേരൻറ്റിൻ്റെ കൂടെ ഇരുന്ന് കാണാനേ സമ്മതിക്കുന്നുള്ളൂ. 2 വയസ്സിൽ മിനിമം 6 വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്ക് 1 മണിക്കൂറാണ് സ്ക്രീൻ ടൈം പറഞ്ഞിരിക്കുന്നത്. അത് വളരെ നല്ല ക്വാളിറ്റിയുള്ള എഡ്യൂക്കേഷണൽ കണ്ടൻറ്റ് കാണാനായിട്ടാണ്. നമ്മളൊക്കെ ഈ കുട്ടികളെ ഈ മാധ്യമങ്ങളും ഫോണുമൊക്കെ കാണിക്കുന്നത് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതെങ്ങനെയാണ്. അപ്പോൾ ഇതുമൊക്കെ തന്നെ കുട്ടികളെ സ്വാധീനിക്കാറുണ്ടെന്നും അത് ഇത്തരം നിർഭാഗ്യകരമായ അവസ്ഥകളിലേക്ക് എത്തുമെന്നുള്ളതും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. തീർച്ചയായും ഡോക്ടർ. അതുപോലെ തന്നെ പലപ്പോഴും ഇത്തരത്തിൽ ഇപ്പോൾ ഡോക്ടർ തന്നെ സൂചിപ്പിച്ചു, പെട്ടെന്ന് ദേഷ്യം വരിക, കയ്യിൽ കിട്ടിയ സാധനങ്ങൾ വലിച്ചെറിയുക, ഇത്തരത്തിലുള്ള ടെൻഡൻസി പൊതുവെ പലരിലും കണ്ടുവരുന്നുണ്ട്. അപ്പോൾ പലപ്പോഴും ഇത്തരത്തിലുള്ളതിനെ നമ്മൾ ഷോർട്ട് ടെമ്പേർഡ് ആയിട്ടുള്ള ഒരു വ്യക്തി ആയിരിക്കാം, അല്ലെങ്കിൽ പെട്ടെന്നുള്ള ദേഷ്യത്തിന് പുറത്ത് ചെയ്തതായിരിക്കാം എന്നെല്ലാം പറഞ്ഞ് തള്ളിക്കളയുകയാണ് പതിവ്. പലപ്പോഴും നമുക്ക് ഫിസിക്കൽ ഹെൽത്തിന് കൊടുക്കുന്ന അത്രയും ഇമ്പോർട്ടൻസ് മെൻ്റൽ ഹെൽത്തിന് കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതും സംശയവുമാണ്. അപ്പോൾ എങ്ങനെയാണ് ഡോക്ടർ ഇത്തരത്തിലൊരു പ്രൊഫഷണൽ ഹെൽപ്പ് സീക്ക് ചെയ്യേണ്ട സമയം, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഇൻട്രോവേർട്ട് ആയിട്ടുള്ള വ്യക്തികൾ, ഇൻട്രോവേർട്ട് ആയിരിക്കുന്ന വ്യക്തികൾ മോശമാണെന്ന രീതിയിലല്ല, പക്ഷേ പലപ്പോഴും മറ്റ് സുഹൃത്ത് വലയങ്ങൾ അധികം ഇല്ലാതെ പലരോടും അധികം സംസാരിക്കാതിരിക്കുന്ന വ്യക്തികൾ, ഇങ്ങനെയൊക്കെ വരുമ്പോൾ എപ്പോഴാണ് നമ്മൾ ശ്രദ്ധിച്ച് ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് സീക്ക് ചെയ്യേണ്ടത് ഡോക്ടർ? അല്ല, നമ്മൾ ഈ ഇൻട്രോവേർട്ടുകളെ കുറിച്ച് പറയുമ്പോൾ ഇൻട്രോവേർഷൻ ഒരു പാപമൊന്നുമല്ല കേട്ടോ. തീർച്ചയായും അതാണ് ഞാൻ നിർഭാഗ്യവശാൽ ഇൻട്രോവേർട്ടായി പോകാറുണ്ട്. അതെ, അത് അവരുടെ ഒരു രീതി. പക്ഷേ ഈ ഒറ്റപ്പെട്ട് കഴിയുന്നവരെ, ഉള്ളിലൊതുക്കി കഴിയുന്നവരെ, സമൂഹത്തിൻ്റെ സാധാരണ രീതിയിൽ നിന്ന് മാറി നിൽക്കുന്നവരെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ അങ്ങനെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാവാം. അപ്പോൾ പൊതുവേ നമ്മൾ ഈ മാനസികാരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അതവരുടെ വ്യക്തി ജീവിതത്തിലോ കുടുംബജീവിതത്തിലോ സാമൂഹ്യ ജീവിതത്തിലോ തൊഴിൽ മേഖലയിലോ, അതായത് എൻ്റെ വ്യക്തി എന്ന രീതിയിൽ എൻ്റെ ജീവിതം, അപ്പോൾ കുടുംബ ജീവിതം, തൊഴിലെന്ന് പറയുമ്പോൾ കുട്ടികളുടെ തൊഴിലാണെങ്കിൽ നമ്മൾ പഠനമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ എൻ്റെ വ്യക്തി ജീവിതം, കുടുംബജീവിതം, തൊഴിൽ മേഖല, സാമൂഹ്യ ജീവിതം, ഇവിടെ എവിടെയെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ അപ്പോൾ തന്നെ ഒരു മാനസികാരോഗ്യ ചികിത്സാ വിധത്തിനെ കണ്ട് ഇതിനുള്ളൊരു പരിഹാരം തേടേണ്ടതാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഇൻ്റർവെൻഷൻസ് ലോകത്ത് പല സ്ഥലങ്ങളിലും നടത്തിയിട്ടുണ്ട്. അവിടെയൊക്കെ തന്നെ ക്രൈം റേറ്റും മറ്റുമൊക്കെ നമുക്ക് കുറയ്ക്കാനും സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള വിവിധ സംവിധാനങ്ങൾ ഏകോപിപ്പിച്ചിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ഇത്തരത്തിലുള്ള ഈ ക്രൈം റേറ്റ് കുറയ്ക്കാൻ തന്നെ സഹായിക്കുന്നത്. അതിലും ഇത്തരം ക്രൂരമായ ഇത്തരം ക്രൈമുകൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ബഹുമുഖ ഘടകങ്ങളായതുകൊണ്ട് തന്നെ ബഹുമുഖമായ പരിഹാര മാർഗ്ഗങ്ങളും അതിനു വേണ്ടി വന്നേക്കാം. തീർച്ചയായും ഡോക്ടർ. അരുൺ കൊലകളും മനഃശാസ്ത്രത്തെ പറ്റിയും അത്രയും പ്രധാനപ്പെട്ട ഒരു വിഷയത്തെ പറ്റിയാണ് ഹലോ ഡോക്ടർ സംസാരിച്ചത്. സമയപരിമിതി ഉള്ളതുകൊണ്ട് മാത്രം ഞാൻ ഇടപെടുകയാണ്. നമ്മുടെ സംശയങ്ങൾക്ക് ഇന്ന് മറുപടി നൽകിയത് മാനസികാരോഗ്യ വിദഗ്ധനായ ഡോക്ടർ ജി മോഹൻ റോയ് ആണ്. തിരുവനന്തപുരം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ സൈക്യാട്രി വിഭാഗം പ്രൊഫസറും വകുപ്പ് മേധാവിയുമാണ് ഡോക്ടർ. വളരെയധികം നന്ദി ഡോക്ടർ.